ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ഭാരതപ്പുഴയിലെ ഷൊർണൂർ തടയണയിൽ നിന്ന് മണലെടുപ്പ് തുടങ്ങി. 1,29,800 ക്യൂബ് മണലെടുക്കാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. 28 കോടി രൂപ ദർഖാസ്ത് തുകയും നികുതിയും ഉൾപ്പെടെ 35 കോടിയോളം രൂപയാണ് ഷൊർണൂരിൽ നിന്ന് ലഭിക്കുക. രണ്ടാം തവണയാണ് ഷൊർണൂർ ഭാരതപ്പുഴയിൽ നിന്ന് മണലെടുക്കാൻ അനുമതി ലഭിച്ചത്. മണലെടുക്കുന്നതിന് ഇറിഗേഷൻ, റവന്യൂ, പോലീസ്, RTO വകുപ്പുകളുടെ ഹൈ പവർ കമ്മിറ്റിയാണ് മേൽനോട്ടം വഹിക്കുക. മണലെടുക്കുന്നതിനും കടത്തുന്നതിനും ഹൈ പവർ കമ്മിറ്റിയുടെ ക്യാമറ പരിശോധനയുമുണ്ട്. വൻതോതിൽ അടിഞ്ഞുകൂടിയ മണലും എക്കലും വേർതിരിച്ച് ശുദ്ധീകരിച്ച പുഴ മണലാണ് വിതരണം ചെയ്യുന്നതെന്ന് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒരടി മണലിന് 90 രൂപ നിരക്കിലാണ് വിൽപ്പന. 2.5 മീറ്റർ ഉയരമുള്ള തടയണയിൽ 1.5 മീറ്ററിലധികം മണലുണ്ടെന്നാണ് കണക്ക്. തടയണയിൽ നിന്നും പഴയ പാലം വരെ 600 മീറ്ററോളം ഭാഗത്തെ മണലെടുക്കും. മണൽ അടിഞ്ഞതിനാൽ തടയണയിലെ ജലസംഭരണ ശേഷിയും കുറഞ്ഞു. മഴക്കാലത്ത് തടയണകൾ അതിവേഗം നിറഞ്ഞ് പുഴ കരകവിയുന്നുണ്ട്. ഇതോടെയാണ് സർക്കാർ ഭാരതപ്പുഴയിലെ തടയണകളിലെ മണൽ നീക്കം ചെയ്യാൻ ആരംഭിച്ചത്. വെള്ളത്തിൽ സ്ഥാപിച്ച പ്രത്യേക മോട്ടോറുകൾ ഉപയോഗിച്ചാണ് മണലും വേർതിരിച്ചെടുക്കുന്നത്. തടയണയിൽ കുടിവെള്ള പദ്ധതി പ്രവർത്തിക്കുന്നതിനാൽ വെള്ളം കലങ്ങാതെ പരിമിതമായ അളവിലാണ് മോട്ടോറുകൾ പ്രവർത്തിക്കുക. ഷൊർണൂർ തടയണയിൽ നിന്ന് 10,000 m³ മണലാണ് ഇതുവരെ നീക്കം ചെയ്തത്. 9 മാസമാണ് മണലെടുക്കാൻ അനുമതി നൽകിയിരിക്കുന്നതെന്ന് ഇറിഗേഷൻ വകുപ്പ് അധികൃതർ പറഞ്ഞു. കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയായ സർക്കാർ കരാറുകാർ KP ദിവാകരനാണ് കരാർ എടുത്തിരിക്കുന്നത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.